ഒരു ഡാഷ് ക്യാമിൻ്റെ ഗുണത്തെ പറ്റി ഇന്നത്തെ കാലത്ത് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു കാർ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാർ പ്രോഡക്റ്റാണ് ഡാഷ് ക്യാം എന്നുള്ളത്. നമ്മുടെ മുൻപിലും പുറകിലായിട്ടൊക്കെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും റെക്കോർഡ് ചെയ്ത് വെക്കും. അതിൻ്റെ മുന്നിൽ നടക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടന്നാലും മുന്നിലൊരു ആക്സിഡൻറ്റ് നടന്നാലും അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ നമ്മുടെ ഡാഷ് ക്യാം നോക്കിയാൽ നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഒരു ഡാഷ് ക്യാം നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. 70 May എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ A810 എന്ന് പറഞ്ഞൊരു പുതിയ വേരിയൻറ്റ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. ഒരു 4K ഡാഷ് ക്യാം ആയിരുന്നു. അത് കുറേ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു കിടിലൻ ഡാഷ് ക്യാം ആയിരുന്നത്. പക്ഷേ അതൊരു പ്രീമിയം ഡാഷ് ക്യാം ആയതുകൊണ്ട് അതിൻ്റെ പ്രൈസ് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയതല്ലായിരുന്നു. അതുകൊണ്ട് അവർ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ആ ഒരു പുതിയ മോഡൽ ഡാഷ് ക്യാം ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. 70 Mayയുടെ തന്നെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റായ 70 May A510. പലർക്കും പ്രൈസ് അറിയണം എന്നുള്ള താല്പര്യമുള്ളതുകൊണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞേക്കാം. 12,999 റുപ്പീസിനാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിവരുടെ ഇൻട്രൊഡക്ടറി ഓഫറായിട്ട് തന്നെ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് കിട്ടും. മറ്റേതിന് ഓഫർ പ്രൈസിൽ നമുക്ക് 19,000 റുപ്പീസിനായിരുന്നു കിട്ടുന്നത്. അതിനേക്കാട്ടിൽ ഒരു 7,000-8,000 രൂപയോളം കുറവിലാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 4K ഡിസ്പ്ലേ ആണ്, കുറച്ചുകൂടെ ബിഗ് സ്ക്രീനാണ്. അതൊക്കെ മാറ്റിയിട്ടുള്ള ബാക്കി എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു കിടിലൻ ഡാഷ് ക്യാം തന്നെയാണ് ഈ അവരുടെ പുതിയ പ്രൊഡക്റ്റും. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്തതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴേ രണ്ട് ക്യാമറാസാണ് കാണുന്നത്. റിയർ ക്യാമറയാണിത്, പിന്നീട് ഫ്രണ്ട് ക്യാമറ. അതിലാണ് ഫുൾ സിസ്റ്റം വന്നിരിക്കുന്നത്. സ്ക്രീനും അവിടെയാണ് വന്നിരിക്കുന്നത്. പിന്നീട് ബോക്സിലുള്ളത് കാറിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. പിന്നെ റിയർ ക്യാമറയുടെ കേബിൾ നല്ല ലെങ്തി ആയിട്ടുള്ള കേബിളാണ്. ഏത് വലിയ കാറാണെങ്കിലും ഫുള്ള് ലെങ്ത്തിലുള്ള കേബിൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവൈസിൻ്റെ പവർ കേബിൾ, പിന്നീട് ക്യാമറ ഫിക്സ് ചെയ്യാനായിട്ടുള്ളൊരു ബേസ്, പിന്നെ നമ്മുടെ പവർ അഡാപ്റ്റർ. 2 പോർട്സ് വന്നിരിക്കുന്നുണ്ട്. തന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സും യൂസർ മാനുവലും ഒക്കെയാണ് മറ്റേ സൈഡിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. റൊട്ടേറ്റബിൾ ക്യാമറയാണ്, നമുക്ക് കുറച്ച് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഇതിൻ്റെ ഒരു സ്പീക്കർ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ വന്നിരിക്കുന്നത്. സ്പീക്കർ കൊടുത്തിരിക്കുന്നതിനകത്ത് അലർട്ടുകൾ കിട്ടും. മൈക്ക് ഈ ഒരു സൈഡിലായിട്ട് വന്നിരിക്കുന്നു. ക്യാമറയുടെ സൈഡിലായിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നീട് ഇത് ക്ലിപ്പ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ് ഈ ഭാഗം. പിന്നീട് സ്വിച്ചസ്, നമുക്ക് സ്ക്രീനിൽ കാണുന്നത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള 4 ബട്ടൺസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ USB Type-C പോർട്ടും AV പോർട്ടും അതുപോലെ മെമ്മറി കാർഡ് സ്ലോട്ടുമാണ്. 256 GB വരെയാണ് ഇതിൽ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ മെമ്മറി കാർഡ് ഇതിൽ ഇൻസേർട്ട് ചെയ്യാണ്. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ സൈസ് ഞാൻ നിങ്ങളെ കാണിക്കാം. ചെറിയൊരു ഡിസ്പ്ലേ ആണ് മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ നമുക്ക് മൊബൈൽ ആപ്പിലെല്ലാം കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ ആവശ്യമുള്ളൂ. ഇനി ഞാനൊന്ന് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളാണ്. ആദ്യം തന്നെ നമ്മൾ ആ സ്റ്റിക്കർ ഫിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ബേസ് അതിൽ ഒട്ടിക്കുക. അതിലോട്ട് നമ്മുടെ ക്യാമറ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് റിയർ ക്യാമറയുടെ കേബിൾ കണക്ട് ചെയ്ത് നമ്മൾ റിയറിലോട്ടുള്ള കണക്ഷൻ എടുക്കുകയാണ്. അതിൻ്റെ കൂടെ കിട്ടിയ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് റിയറിലോട്ട് സുഖമായിട്ട് കണക്ഷൻ എടുക്കാനായിട്ട് പറ്റും. ചില കാസിൽ അത് സിമ്പിളായിരിക്കും, ചിലതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. റബ്ബർ ക്ലാഡിംഗ് ഒക്കെ മാറ്റിയിട്ടാണ് നമ്മൾ വയർ ഒട്ടും പുറത്ത് കാണാത്ത രീതിയിൽ ബാക്ക് വരെ നമുക്ക് കണക്ഷൻ എടുക്കാനായിട്ട് പറ്റും. ചില വണ്ടികളിൽ ഭയങ്കര സിമ്പിളായിരിക്കും, നിങ്ങൾക്ക് യൂട്യൂബ് റെഫർ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ബാക്ക് വരെ കണക്ഷൻ എത്തിച്ചു ശേഷം ആ ഫ്രണ്ടിൽ ഒട്ടിച്ചതുപോലുള്ള സ്റ്റിക്കർ ബാക്കിലും ഒട്ടിച്ചിട്ട് അതിൽ നമ്മുടെ റിയർ ക്യാമറ പ്ലേസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വയർ കൊണ്ട് കണക്ട് ചെയ്തു. കണ്ടോ, ഒട്ടും പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മൾ വയർ ബാക്കിൽ വരെ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ റിയർ ക്യാമറയുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഫ്രണ്ടിലെ സിസ്റ്റത്തിൽ നിന്ന് ഡയറക്റ്റ് പവർ അഡാപ്റ്ററോട്ടുള്ള കണക്ഷൻ എടുക്കുകയാണ്. അത് ഇതുപോലെ തന്നെ എടുത്തിട്ട് നമ്മുടെ കാറിൻ്റെ 12 വോൾട്ട് പോർട്ടിൽ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് അവിടോട്ട് കണക്ഷൻ കൊടുക്കാം. അങ്ങനെ നമ്മുടെ 70 Mayയുടെ A510 നമ്മൾ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് 1-2 ദിവസമൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കി. അതിനുശേഷം എടുക്കുന്ന വീഡിയോ ആണ്. വണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ കാണിച്ചിരുന്നു. വളരെ സിമ്പിളാണ്, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വണ്ടിയിൽ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പറ്റില്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള കാർ ആക്സസറീസ് ഷോപ്പിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയാതെ ഇൻസ്റ്റാൾ ചെയ്ത് തരും. അപ്പം ഇത് എന്ന് പറയുന്നത് നമ്മുടെ 70 Mayയുടെ എക്സിസ്റ്റിംഗ് മോഡലായിട്ടുള്ള A500 ഇല്ലേ, അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ് ഈ ഒരു A510 എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ കുറച്ചുകൂടെ പ്രീമിയമായിട്ടുള്ള A810 ഇല്ലേ, അതിൻ്റെ അടുത്തൊക്കെ എത്തുന്ന ഒരു പ്രൊഡക്റ്റാണിതും. ഇതിനും ഡ്യുവൽ ചാനൽ ക്യാമറ റെക്കോർഡിങ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ സോണിയുടെ സ്ട്രാവിസ് 2 സെൻസേഴ്സാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് HDR സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് നൈറ്റിൽ വരെ നമ്മുടെ നമ്പർ പ്ലേറ്റ് റീഡബിലിറ്റി കിടിലായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ്സ് ഒക്കെ കാണാം. ഞാൻ നൈറ്റിലൊക്കെ യൂസ് ചെയ്തിരുന്നു. എൻ്റെ ഫുട്ടേജസ് ഒക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. A810 ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അത് 4K ക്യാമറ ആയിരുന്നു. പക്ഷേ ഇത് 4K അല്ല, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രൈസിൽ കിട്ടുന്നത്. പക്ഷേ വിഷമിക്കേണ്ട, ഇത് 3K റെക്കോർഡിംഗ് ഉള്ള ക്യാമറയാണ്. അതായത് 1944p ആണ്
ഫ്രണ്ട് ക്യാമറയുടെ ക്യാപ്പബിലിറ്റി അതുപോലെ റിയർ ക്യാമറയ്ക്ക് 1080p ഫുൾ HD റെക്കോർഡിങ്ങും സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറാസാണ് ഫ്രണ്ടിലും ബാക്കിലും. കൂടാതെ 60 FPS ആണ് ഇതിൻ്റെ ഫ്രെയിം പെർ സെക്കൻഡ് റെക്കോർഡിങ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫുട്ടേജസ് നമുക്ക് കിട്ടും. പിന്നീട് ഫ്രണ്ടിൽ 140 ഡിഗ്രിയാണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ബാക്കിൽ 130 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ വരുന്നുണ്ട്, നല്ല വൈഡായിട്ട്. അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പം ക്യാമറ ഇവിടെയാണ് ഇരിക്കുന്നത്, നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത് നമ്മളെ ക്യാമറയിൽ കാണാനായിട്ട് പറ്റും. അത്ര വൈഡാണ് ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത്. അപ്പം നല്ല ഒരു ഫീൽഡ് ഓഫ് വ്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞില്ല, സോണിയുടെ സ്റ്റാവിസ് 2 സെൻസേഴ്സാണ്, നമ്മുടെ IMX675 സെൻസേഴ്സാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വൈബ്രൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. വൈബ്രൻസ് കുറച്ചുകൂടെ കളർ ആയിട്ടുള്ള നമ്മുടെ ഫുട്ടേജസ് നമുക്ക് കിട്ടും. അതുപോലെ നൈറ്റ് ഔൾ വിഷൻ എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത്. അതുകൊണ്ട് നൈറ്റിലെ ക്വാളിറ്റി, അതുപോലെ എനിക്ക് ഡേ ടൈമിനെക്കാട്ടി ഇന്നാൾ പറഞ്ഞ പോലെ നൈറ്റിലെ ക്വാളിറ്റിയാണ് ഇഷ്ടം, കിടിലൻ ക്വാളിറ്റിയാണ്. പിന്നീട് ഇത് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് ഇറക്കിയത് കൊണ്ട് ഇതിനകത്ത് അഡാസ് ഫീച്ചേഴ്സ് ഒന്നും അവർ എടുത്ത് കളഞ്ഞിട്ടില്ല. ഇതിൽ അഡാസ് ലെവൽ 1 ഫീച്ചേഴ്സ് ആയിട്ടുള്ള ലെയിൻ കീപ്പ് അസിസ്റ്റും കൊളിഷൻ വാർണിംഗ്സ് മുതലായ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ലൈൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ അലേർട്ട് തരും. അതുപോലെ തന്നെ പെട്ടെന്ന് കൊളിഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാർണിംഗ്സും അതുപോലത്തെ അഡാസ് കുറേ ഫീച്ചേഴ്സ് ഇതിലും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ പാർക്കിംഗ് സർവൈലൻസ് മോഡ് ഈ മോഡലിലും വന്നിട്ടുണ്ട്. അതായത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയാലും എന്തെങ്കിലും ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ 24 hours വണ്ടി റെക്കോർഡ് ചെയ്യും. അതായത് 2 രീതിയിലാണ്, നമുക്ക് ടൈം ലാപ്സ് മോഡിൽ റെക്കോർഡ് ചെയ്യാം, അതുപോലെ ഇമ്പാക്റ്റ് ബേസ്ഡും റെക്കോർഡ് ചെയ്യാം. എന്തെങ്കിലും ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ആയിക്കോളും. അതിനൊരു എക്സ്ട്രാ വയറിംഗ് കിട്ടിയിട്ടുണ്ട്. അതുകൂടെ ചെയ്താലാണ് ഈ പാർക്കിംഗ് സർവൈലൻസ് മോഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഫുൾ ടൈം ക്യാമറ വർക്കിംഗ് ആണെന്ന് വെച്ച് ബാറ്ററി ഡ്രെയിൻ ആവുന്ന പേടിയൊന്നും വേണ്ട. ലോ വോൾട്ടേജ് ആണ്, അതുപോലെ ബാറ്ററി ഡ്രെയിൻ പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു ഫീച്ചറും ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബാറ്ററി ഡ്രെയിൻ ആയി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. സോ അങ്ങനെ ഒരു കിഡിലൻ പ്രൊഡക്റ്റാണ് നമ്മുടെ 70mm ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന A510 എന്നുള്ളത്. ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ലിങ്ക് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ലോഞ്ചിങ് ഓഫേഴ്സൊക്കെ പ്രമാണിച്ച് കുറച്ച് പ്രൈസ് കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴേ വാങ്ങിച്ചാൽ നല്ല പ്രൈസിന് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഉള്ള വേറൊരു സംശയമായിരിക്കും ഇതിൻ്റെ സർവീസ് ആൻഡ് വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കുമെന്ന്. നെക്സ്റ്റ് ഡിജിട്രോൺ ആണ് ഇന്ത്യയിൽ ഇവരുടെ സെയിൽസ് ആൻഡ് സർവീസ് മൊത്തം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വാറണ്ടി ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ആവശ്യങ്ങൾക്കോ അവരെ കോൺടാക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ സർവീസ് എല്ലാം പക്ക അവൈലബിൾ ആണ്. അതുകൊണ്ട് അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. അവരുടെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റ് വഴി നമുക്ക് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറക്കണ്ട, ഇപ്പോഴത്തെ റോഡ് കണ്ടീഷനിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാർ ആക്സസറിയാണ് നമ്മുടെ ഡാഷ് ക്യാംസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസിലല്ല, ഫ്രണ്ട് ക്യാമറ മാത്രമാണെങ്കിൽ ബിലോ 5000 റേഞ്ചിലൊക്കെ നമുക്ക് ഇവരുടെ തന്നെ ക്യാമറാസ് അവൈലബിൾ ആണ്. സോ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. 70mm ഡാഷ് ക്യാംസ്.